എക്സ്പ്ലോറിംഗ് മൈ കമ്പ്യൂട്ടർ ചാനലിലേക്ക് സ്വാഗതം. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയും നെറ്റ്വർക്കിംഗ് ഉൽപ്പന്നങ്ങളെയും കുറിച്ചുള്ള ഉപയോഗപ്രദമായ വിവരങ്ങൾ ഈ വീഡിയോ നൽകുന്നു. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഡാറ്റ അല്ലെങ്കിൽ മീഡിയ അയയ്ക്കാനും സ്വീകരിക്കാനും ഒന്നിലധികം പാതകൾ ഉപയോഗിക്കുന്ന രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകളുടെ കണക്ഷനാണിത്. ലക്ഷ്യം ഒരേ അല്ലെങ്കിൽ വ്യത്യസ്ത ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വിഭവങ്ങൾ പങ്കിടൽ. 3 സാധാരണ തരം നെറ്റ്വർക്കുകൾ: 1 ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, 2 മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, 3 വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഒരു കെട്ടിടം, ഓഫീസ്, സ്കൂൾ തുടങ്ങിയ ഒരു ചെറിയ പ്രദേശത്ത് പരസ്പരം ബന്ധിപ്പിച്ച കമ്പ്യൂട്ടറുകളുടെ ഒരു ശൃംഖലയാണിത്. നെറ്റ്വർക്ക് സ്വിച്ചുകൾ, ഇഥർനെറ്റ് കേബിളുകൾ, ഇൻപുട്ടുകൾ, ഔട്ട്പുട്ടുകൾ തുടങ്ങിയ ഹാർഡ്വെയർ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലാൻ ഡാറ്റ വളരെ വേഗത്തിലും കൂടുതൽ സുരക്ഷയോടെയും കൈമാറ്റം ചെയ്യപ്പെടുന്നു. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് വ്യത്യസ്ത ലാനുകളെ ഒരുമിച്ച് ബന്ധിപ്പിച്ച് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശം ഉൾക്കൊള്ളുന്ന ഒരു ശൃംഖലയാണിത്. ഇതിൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ, മൈക്രോവേവ് ടവർ അല്ലെങ്കിൽ ടെലിഫോൺ ലൈൻ ഉപയോഗിക്കുന്നു. ഗവൺമെന്റ് ഏജൻസികൾ, ബാങ്കുകൾ, എയർലൈനുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഓഫീസുകൾ മുതലായവയുമായി പൗരന്മാരെ ബന്ധിപ്പിക്കുന്നതിന് ഇത് ഉപയോഗിക്കുന്നു. വൈഡ് ഏരിയ നെറ്റ്വർക്ക് രാജ്യത്തുടനീളം അല്ലെങ്കിൽ ലോകമെമ്പാടും വ്യാപിച്ചുകിടക്കുന്ന ഒരു ശൃംഖലയുണ്ട്. ടെലിഫോൺ ലൈനുകൾ, ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ലിങ്കുകൾ വഴി ഇത് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചിരിക്കുന്നു. ഇന്റർനെറ്റ് ഒരു വലിയ വ്യനാണ്. സർക്കാർ, സോഷ്യൽ മീഡിയ, വിദ്യാഭ്യാസം, ഗവേഷണം എന്നിവയിൽ ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നു. നെറ്റ്വർക്ക് ടോപ്പോളജി കമ്പ്യൂട്ടറുകളോ നെറ്റ്വർക്ക് ഉപകരണങ്ങളോ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന രീതി. ടോപ്പോളജി തരങ്ങൾ ബസ്, സ്റ്റാർ, റിംഗ്, മെഷ്, ഹൈബ്രിഡ് എന്നിവയുണ്ട്. ബസ് ടോപ്പോളജി ഇതിൽ എല്ലാ കമ്പ്യൂട്ടറുകളും ഒരൊറ്റ കേബിൾ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് ഒരു ദിശയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡാറ്റ കൈമാറുന്നു. സ്റ്റാർ ടോപ്പോളജി ഇതിൽ ഓരോ കമ്പ്യൂട്ടറും ഒരു ഹബ്, സ്വിച്ച് അല്ലെങ്കിൽ സെൻട്രൽ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. കമ്പ്യൂട്ടറുകളും ഉപകരണങ്ങളും ബന്ധിപ്പിക്കുന്നതിന് ഇഥർനെറ്റ് കേബിളുകൾ ഉപയോഗിക്കുന്നു. ഇതാണ് ഏറ്റവും പ്രചാരമുള്ള ടോപ്പോളജി. റിംഗ് ടോപ്പോളജി ഇത് ബസ് ടോപ്പോളജിക്ക് സമാനമാണ്. അതിൽ ഇത് ഒരു മോതിരം ഉണ്ടാക്കുന്നു. ബന്ധിപ്പിച്ച നോഡുകൾ ഒരു വൃത്താകൃതിയിലുള്ള ഡാറ്റ പാത്ത് ഉണ്ടാക്കുന്നു. മെഷ് ടോപ്പോളജി വിവിധ കണക്ഷനുകളിലൂടെ കമ്പ്യൂട്ടറുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് മറ്റൊന്നിലേക്ക് ബന്ധിപ്പിക്കുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട്. ഹൈബ്രിഡ് ടോപ്പോളജി രണ്ടോ അതിലധികമോ വ്യത്യസ്ത ടോപ്പോളജികൾ സംയോജിപ്പിക്കുമ്പോൾ അതിനെ ഹൈബ്രിഡ് ടോപ്പോളജി എന്ന് വിളിക്കുന്നു. വയർഡ് നെറ്റ്വർക്ക് മീഡിയ കേബിളുകളിലൂടെ വൈദ്യുത സിഗ്നലുകൾ കൈമാറുന്ന ഡാൻ വയർഡ് നെറ്റ്വർക്ക്. വയർലെസ് മീഡിയ ഡാറ്റ കൈമാറ്റം ചെയ്യുന്നതിനും സ്വീകരിക്കുന്നതിനും ഒരു വയർലെസ് നെറ്റ്വർക്ക് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. ലൈറ്റ് ഫിഡിലിറ്റി ഡാറ്റ കൈമാറുന്നതിനും സ്വീകരിക്കുന്നതിനും ഇത് LED ബൾബുകളും ലൈറ്റ് സിഗ്നലുകളും ഉപയോഗിക്കുന്നു.
ഇഥർനെറ്റ് കേബിൾ, പിസികൾ, സ്വിച്ചുകൾ, ഹബുകൾ, റൂട്ടറുകൾ, നെറ്റ്വർക്ക് പ്രിന്ററുകൾ, നെറ്റ്വർക്ക് സ്റ്റോറേജ് ഉപകരണങ്ങൾ എന്നിവ ബന്ധിപ്പിക്കുന്നതിന് ഇഥർനെറ്റ് കേബിളുകൾ ഉപയോഗിക്കുന്നു. RJ45 കണക്ടർ. ഇഥർനെറ്റ് കേബിളിന്റെ രണ്ടറ്റത്തും ഈ കണക്ടർ ഉപയോഗിക്കുന്നു. നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ്. നെറ്റ്വർക്കിലേക്ക് കണക്റ്റു ചെയ്യാൻ പിസികളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡുകളാണിവ. സ്വിച്ച്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഡാറ്റ കണക്റ്റു ചെയ്യാനും സ്വീകരിക്കാനും ഫോർവേഡ് ചെയ്യാനും ഉപകരണങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു ഹാർഡ്വെയറാണ്. മോഡം. അനലോഗ് സിഗ്നലുകളെ ഡിജിറ്റൽ സിഗ്നലുകളിലേക്കോ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗ് സിഗ്നലുകളിലേക്കോ പരിവർത്തനം ചെയ്യുന്ന ഒരു ഉപകരണമാണ്. ഫയർവാൾ. ഇൻകമിംഗ്, ഔട്ട്ഗോയിംഗ് നെറ്റ്വർക്ക് ട്രാഫിക് നിരീക്ഷിക്കുന്ന ഒരു നെറ്റ്വർക്ക് സുരക്ഷാ ഉപകരണം. നിർദ്ദിഷ്ട ട്രാഫിക് അനുവദിക്കണോ തടയണോ എന്നത് സുരക്ഷാ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഇത് തീരുമാനിക്കുന്നത്. ഒരു റൂട്ടർ ഒന്നിലധികം നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നു. ഇത് സ്വന്തം നെറ്റ്വർക്കിലേക്കോ മറ്റ് നെറ്റ്വർക്കുകളിലേക്കോ പാക്കറ്റുകൾ അയയ്ക്കുന്നു. ആക്സസ് പോയിന്റ്. വയർലെസ് ലാൻ എന്നത് ഒന്നോ അതിലധികമോ വയർലെസ് ഉപകരണങ്ങളെ ഒരേസമയം ഇന്റർനെറ്റിലേക്ക് കണക്റ്റു ചെയ്യാൻ അനുവദിക്കുന്ന ഒരു ബേസ് സ്റ്റേഷനാണ്. വയർലെസ് USB അഡാപ്റ്റർ. ഒരു വയർലെസ് നെറ്റ്വർക്കിലേക്ക് കണക്റ്റു ചെയ്യാനും ഇന്റർനെറ്റ് ആക്സസ് ചെയ്യാനും ഒരു ഡെസ്ക്ടോപ്പിനെയോ ലാപ്ടോപ്പിനെയോ അനുവദിക്കുന്നു. വയർലെസ് മൈക്രോഫോൺ. ഒരു ട്രാൻസ്മിറ്ററും റിസീവറും ഉപയോഗിച്ച് റേഡിയോ ഫ്രീക്വൻസി വഴി ശബ്ദം അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. വയർലെസ് കീബോർഡ്, മൗസ്. റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്നിവയുമായി ആശയവിനിമയം അനുവദിക്കുന്നു. ഈ വീഡിയോ ഈ ചാനലിൽ ഇംഗ്ലീഷ് ഭാഷയിലും ലഭ്യമാണ്. അതിന്റെ ലിങ്ക് വിവരണത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്തുണയ്ക്കാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് നന്ദി.